ഏവർക്കും ലൈഫ് ടി വിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. (2020-2021) വർഷത്തെ SLC എക്സാം നേരിടുന്ന കുട്ടികളെ ഈ ചാനലിലേക്ക് വളരെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്ന വിഷയം ഹിന്ദിയാണ്. ഹിന്ദി എന്ന് പറയുമ്പോൾ ചിലർക്ക് വളരെ പ്രയാസകരമായ വിഷയമായി അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ വളരെ എളുപ്പത്തിൽ SLC എക്സാമിന് 100% A+ വാങ്ങിക്കാൻ കഴിയുന്ന ഒരു വിഷയം കൂടിയാണ് ഹിന്ദി എന്ന് മനസ്സിലാക്കുക. വളരെ ലളിതമായി നമുക്ക് പഠിക്കാൻ പറ്റുന്ന വിഷയം. എഴുത്തും വായനയും ഇതുവരെ അറിയാത്ത കുട്ടികൾ അത് പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ A+ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം കൂടിയാണ് ഹിന്ദി. വളരെ മധുരമാർന്ന ഹിന്ദി ക്ലാസ്സിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഹിന്ദിയിൽ നമുക്ക് 5 യൂണിറ്റുകളിലായിട്ട് 11 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും കഥകളും കവിതകളും ലേഖനങ്ങളും ഇങ്ങനെ 11 പാഠഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ, അതുപോലെ ഗ്രാമർ പാട്ടുകളും ശ്രദ്ധിച്ചാൽ ഹിന്ദിയിൽ എളുപ്പത്തിൽ A+ നേടാം. നമുക്ക് ആദ്യത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. ആദ്യ പാഠഭാഗം എന്ന് പറയുന്നത് ഒരു കഥയാണ്. ഹിന്ദിയിൽ കഥക്ക് പറയുന്നത് കഹാനി എന്നാണ്. നമുക്കറിയാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രഭാതമാണ് ആദ്യ കഥയായ ബീർ ബഹൂട്ടി എന്ന പാഠഭാഗം. ഒരു ദിവസം തുടങ്ങുന്നത് പ്രഭാതത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തുടങ്ങുന്നത് ഒരു കഥയിലൂടെയാണ്. ആ കഥ എഴുതിയ ആളെപ്പേരും അതിൻ്റെ രചയിത ആരാണെന്നറിയുമോ? പ്രഭാത് എന്നുള്ള രചയിതാവാണ്, ലേഖകനാണ്. ആ പാഠഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ പാഠഭാഗത്തിൽ ബീർ ബഹൂട്ടി എന്ന ചുവന്ന വണ്ടുകളെ ആസ്പദമാക്കി 2 കുട്ടികളുടെ സൗഹൃദത്തിൻ്റെ കഥയാണ് പറഞ്ഞു തരുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ എന്നെങ്കിലുമൊക്കെ അഭിമുഖീകരിച്ച ഈ പ്രശ്നം നമുക്ക് ആ കഥയിലൂടെ പഠിക്കാം. ആദ്യ പാഠഭാഗത്തിൻ്റെ പേര് ബീർ ബഹൂട്ടി. ഇക്കായി 1 അഥവാ ഇക്കായി എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ യൂണിറ്റ് എന്നാണ് അർത്ഥം. യൂണിറ്റ് 1. അതിൽ നിങ്ങൾ കാണുന്ന പിക്ചർ നിങ്ങൾ കണ്ടു. 2 കുട്ടികളുടെ സൗഹൃദം. ആ 2 കുട്ടികളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠഭാഗത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളായ 2 കുട്ടികൾ, സാഹിലും ബേലയും. അവരുടെ സൗഹൃദത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അതോടുകൂടി നമ്മുടെ ഓർമ്മകളിലേക്ക് നമ്മളുടെ പഴയകാല സൗഹൃദങ്ങളും വന്നു ചേരും. സ്നേഹം, സൗഹൃദം എന്ന് പറഞ്ഞത്, മിത്രത എന്നൊക്കെ പറയുന്നത്, സൗഹൃദം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ അമൂല്യമായി ലഭിക്കുന്ന ഒരു നിധി തന്നെയാണ്. നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിലെ വിഷമഘട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കൾ. അങ്ങനെയാവണം നമ്മുടെ സുഹൃത്തുക്കൾ. ഇതിൽ സ്നേഹമാണ് അഖില സാഗരം എന്ന് വിളിച്ചോതുന്ന 4 വരികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. പ്യാർ ബാരിഷ് की पहली बूंदों में है, प्यार फूलों की खुशबू में है, प्यार ढलते सूरज की किरणों में है, प्यार हर नए दिन की उम्मीद में है. സ്നേഹം എന്ന് പറയുന്നത്, പ്യാർ എന്ന് പറയുന്നത്, ലവ് എന്ന് പറയുന്നത് എന്താണ്? ബാരിഷ് കി പഹലെ ബൂന്തോ മേ, മഴയുടെ ആദ്യത്തെ തുള്ളികളിൽ എന്തുണ്ട്? സ്നേഹമുണ്ട്. ബൂന്ത് എന്ന് പറഞ്ഞാൽ തുള്ളി.
നമുക്കറിയാം, ആദ്യ മഴ മണ്ണിലേക്ക് വർഷിക്കുന്ന സമയത്ത് ആ മണ്ണിൽ നിന്ന് മണ്ണിൻ്റെ ഒരു ഗന്ധം, അതുപോലെ മണ്ണിൽ നിന്ന് പല പച്ചപ്പുകളും മുളക്കുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ആ മഴയോടുള്ള തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് ഭൂമി അവിടെ ചെയ്യുന്നത്. പ്യാർ ഫൂലോം കി ഖുശ്ബൂ മേം ഹേ. സ്നേഹമെന്ന് പറയുന്നത് പുഷ്പങ്ങളുടെ സുഗന്ധത്തിലുമുണ്ട്. നമ്മളൊരു പുഷ്പത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഒരു പൂവിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അതിൻ്റെ സുഗന്ധവും അതിൻ്റെ സൗന്ദര്യവുമാവും നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അല്ലേ? നമ്മൾ റോസാപ്പൂവിനെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ്. പ്യാർ ഡൽത്തെ സൂരജ് കി കിരണോ മേം ഹേ. സ്നേഹമെന്ന് പറയുന്നത് ആകർഷിക്കുന്ന, വർഷിക്കുന്ന, ഡല്ല എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക, വർഷിക്കുക എന്നാണ് അർത്ഥം. ആകർഷിക്കുന്ന സൂര്യൻ്റെ കിരണങ്ങളിലും സ്നേഹമുണ്ട്. അതിരാവിലെ നമുക്ക് കിട്ടുന്ന ആ സൂര്യൻ്റെ കിരണങ്ങളെ നമ്മുടെ ശരീരത്തിലേൽക്കുമ്പോൾ നമുക്കും അറിയാതെ ആ സൂര്യനോട് ഒരു സ്നേഹം തോന്നാറുണ്ട്. പ്യാർ, സ്നേഹമെന്ന് പറയുന്നത് ഹർ നയെ ദിൻ കി ഉമീദ് മേ ഹെ. ഓരോ പുതിയ ദിവസത്തിൻ്റെയും പ്രതീക്ഷകളിലും സ്നേഹമുണ്ട്. നമ്മൾ ഓരോ പുതിയ ദിവസവും ഉണരുന്നത് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്, സ്നേഹം ലഭിക്കണമെന്ന കൊതിയോട് കൂടിയിട്ടാണ്. പക്ഷേ നമുക്ക് സങ്കടവും വരും. അത് ദൈവാധീനം. ഏതായാലും സ്നേഹമാണ് അഖിലസാഗരം, സൗഹൃദമാണ് അഖിലസാഗരം എന്ന് വിളിച്ചോതുന്ന വരികളിലൂടെ നമ്മളിതാ പാഠഭാഗമായ ബീർ ബഹൂട്ടി എന്ന കഥയിലേക്ക് കടക്കുകയാണ്. ബീർ ബഹൂട്ടി എന്ന കഥ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് ഓർത്തുവെക്കാനെ പറഞ്ഞത്. നമ്മളൊരു ദിവസം തുടങ്ങുന്നത് പ്രഭാതത്തിൽ നിന്നാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ കഥ എഴുതിയ ലേഖകൻ്റെ പേരും പ്രഭാത് എന്നാണ്. ശ്രദ്ധിക്കുക എല്ലാവരും. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ചുവന്ന വണ്ട് എന്നാണ്, ചുവന്ന പ്രാണി എന്നാണ് അർത്ഥം. നമ്മൾ കേരളത്തിൽ അധികം കാണുന്നില്ല. പക്ഷേ കേരളത്തിൽ നമ്മൾ കുട്ടികൾ പറയും ഓട്ടർഷ വണ്ട് എന്നൊക്കെ നമ്മുടെ ഈ മലപ്പുറം ജില്ലയിൽ പറയുന്നത് കാണാം. മഴക്കാലത്ത് കാണുന്ന ചുവന്ന വണ്ടുകൾ, അതിനോട് സാമ്യമുള്ള വണ്ട്. ശ്രദ്ധിക്കുക ടെക്സ്റ്റ് ബുക്കിലേക്ക്. बादल बहुत बरस लिए थे, फिर भी बहुत सारा पानी उनमें बचा हुआ था. वे खेतों जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायाओं में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने अभी भी गीले थे. मूंगफलियों के हरे खेतों में पीले फूल अभी भी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरा के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध घुली हुई थी. എന്താണ് ഈ സീനിലൂടെ നമ്മുടെ ലേഖകൻ പറയുന്നത് എന്ന് നോക്കാം. ബാദൽ ബഹുത്ത് ബറസിലിയേതെ. ഒരു മഴക്കാലത്തെക്കുറിച്ച്, മഴ അവസാനിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ ലേഖകൻ നമ്മളോട് പറയുന്നത്. ബാദൽ ബഹുത്ത് ബറസിലിയേത്, മഴ വളരെ അധികം വർഷിച്ചിരുന്നു. ഫിർബി ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ താ. എങ്കിലും വളരെയധികം വെള്ളം ഉന്മേ ബച്ചാ ഹുവാ താ, അതിൽ അവശേഷിച്ചിരുന്നു. അതിൽ അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ, മഴമേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. നമുക്ക് കാണാം ചില ദിവസങ്ങൾ ഒരുപാട് മഴ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും ഇനിയും പെയ്യാനുള്ള മഴ വെള്ളം മേഘങ്ങളിൽ അവശേഷിച്ച് ഇരുണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കാം. വേഗേത്തോ, അവ വയലുകളുടെയും ജംഗലോക്ക് ഊപ്പർ ഛായ ഹുയേതെ, കാടുകളുടെയും മുകളിൽ വ്യാപിച്ചിരുന്നു. ഈ മഴമേഘങ്ങൾ, വെള്ളം നിറഞ്ഞ ഈ മഴമേഘങ്ങൾ വയലുകളുടെയും കാടുകളുടെയും മുകളിൽ വ്യാപിച്ചിരുന്നു. സാര ആകാശ് മേഘോം സെ ഭരാത, ആകാശം മുഴുവനും മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ മേഘാവൃതമായിരുന്നു. മേഘം കി ഛായാവോമേ, ഈ മേഘങ്ങളുടെ നിഴലുകളിൽ, ഛായ എന്ന് പറഞ്ഞാൽ നിഴലുകളിൽ, ഗീലി ഹവായേം, നനഞ്ഞ കാറ്റ്, ഈർപ്പമുള്ള കാറ്റ്, ഇതർ
ഉദർ ഘൂം രഹീതി. ഈ കാറ്റുകൾ എന്ത് തന്നെയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് അനുഭവിക്കുന്ന ഒരു സത്യമാണത്. മഴക്കാലത്ത് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് ഒരു കുളിരണിയിപ്പിക്കുന്ന കാറ്റ്, ഒരു ഈർപ്പമുള്ള കാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് അടിക്കലുണ്ട്. അത് തന്നെയാണ് ലേഖകൻ ഇവിടെ അർത്ഥമാക്കുന്നത്. മേഘങ്ങളുടെ ആ നിഴലുകളിൽ നനഞ്ഞ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേടോക്കെ തന്നെ അഭിഭിക്കിലേത്, മരത്തടികൾ, തനെ എന്ന് പറഞ്ഞാൽ തടി, ശരീരം എന്നാണ് അർത്ഥം. മരത്തിൻ്റെ ശരീരം മരത്തടി. മരത്തടികൾ എപ്പോഴേ നനഞ്ഞിരുന്നു. ഇപ്പം നനഞ്ഞു കഴിഞ്ഞിരുന്നു മരത്തടികളൊക്കെ, അഥവാ ഘോരമായ മഴ വർഷിച്ചിരുന്നു എന്നതിന് തെളിവാണത്. മൂങ്ഫല്ലിയോം കെ ഹരേ ഗേത്തോമേ, മൂങ്ഫല്ലിയുടെ, എന്താ മൂങ്ഫല്ലി? നിലക്കടല. നമ്മളൊക്കെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കഴിക്കുന്ന കടലില്ലേ, അതാണ് നിലക്കടല. നിലക്കടലയുടെ ഹരേ ഗേത്തോമേ, പച്ചപ്പ് നിറഞ്ഞ വയലിൽ, പീലെ ഫൂൽ, മഞ്ഞപ്പൂക്കൾ, അവിടെയുള്ള മഞ്ഞപ്പൂക്കൾ, അഭിഭീക്കിലേത്, ഇപ്പോഴേ നനഞ്ഞിരുന്നു. അതൊക്കെ നനഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഘോരമായ മഴ വർഷിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിന് തെളിവ്. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ, വയലുകളിൽ ചെറിയ ചെറിയ ചോളങ്ങൾ മുളച്ചിരുന്നു. ബാജ്രയ്ക്ക് ലംബേ പത്തലെ പാത്തോമേ, ആ ബാജ്രയുടെ നീളമുള്ളതും, ലംബേ എന്ന് പറഞ്ഞാൽ നീളമുള്ളത്, പത്തലെ മെലിഞ്ഞതുമായ പാത്തോമേ, ഇലകളിൽ, പാനിക്ക് ബൂന്തയം അടക്കി ഹുയിതി, വെള്ളത്തിൻ്റെ തുള്ളികൾ കുടുങ്ങിക്കിടന്നിരുന്നു. നമുക്കറിയാം, വെള്ളത്തുള്ളികൾ കുടുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ വയലുകളുടെയും മറ്റും നമ്മൾ മഴക്കാലത്ത് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ചില തുള്ളികൾ കാണാം ഇലയുടെ അറ്റത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് അല്ലേ. ചില കുട്ടികൾ പോയിട്ട് ചെറിയ മരങ്ങളൊക്കെ എന്ത് ചെയ്യും, ഒന്ന് കുലുക്കി നോക്കും. അപ്പോൾ തുള്ളികൾ ഇങ്ങനെ ഇറ്റി വീഴുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതുപോലെ മഴത്തുള്ളികൾ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോ, മഴയുടെ ആ കാറ്റിൽ നനഞ്ഞ വയലും, വയലുകളൊക്കെ നനഞ്ഞിക്കണം. അപ്പോൾ ആ നനഞ്ഞ വയലിൽ നിന്ന് എന്തുണ്ടാകും, ഒരു ഗന്ധമുണ്ടാകും, മണ്ണിൻ്റെ ഗന്ധമുണ്ടാകാം. പിന്നെ ബാരിഷ് കി ഹരിയാലിക്ക് ഗന്ധ കുലി ഹുയിതി, ആ മഴയിൽ എന്ത് ചെയ്തു, ഹരിയാലിക്ക് ഗന്ധ, പച്ചപ്പിൻ്റെ ഗന്ധവും ലയിച്ചു ചേർന്നിരുന്നു. എന്ന് പറഞ്ഞാൽ ആ മഴക്കാലത്ത് അടിക്കുന്ന ആ കാറ്റിൽ എന്ത്, പച്ചപ്പിൻ്റെ ഗന്ധവും കുലി ഹുയിതിയിൽ ലയിച്ചു ചേർന്നിരുന്നു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. ബാദൽ ബഹുത്ത് ബർസിലിയത്, മഴ വളരെയധികം വർഷിച്ചിരുന്നു. ഫിർ ബി ബഹുത്ത് സാരാ പാനി ഉന്മേ ബച്ചാ ഹുവാ താ, എന്നിട്ടും വളരെയധികം വെള്ളം അതിൽ അവശേഷിച്ചിരുന്നു, മഴമേഘങ്ങളിൽ അവശേഷിച്ചിരുന്നു. വേഗേത്തോ, അവ വയലുകളുടെയും ജംഗലൊക്കെ ഊപ്പർ ചായ ഹുയേതെ, കാടുകളുടെയും മുകളിൽ വ്യാപിച്ചിരുന്നു. സാര ആകാശ് മേഘോം സെ ഭരാത, ആകാശം മുഴുവനും മേഘാവൃതമായിരുന്നു. മേഘോം കി ഛായാവോമേ, മേഘങ്ങളുടെ നിഴലുകളിൽ, ഗീലി ഹവായേയും, നനഞ്ഞ കാറ്റുകൾ, ഇതർ ഉദർ ഗൂംരഹീതി, അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പേടോക്കെ തന്നെ അഭിഭീഗിലേത്, മരത്തടികൾ ഇപ്പോഴോ നനഞ്ഞിരുന്നു. മൂഫല്ലിയോക്കെ ഹരേ ഖേത്തോമേ പീലെ ഫൂൽ അഭിഭീഗിലേത്, മൂഫല്ലിയുടെ അഥവാ നിലക്കടലയുടെ പച്ചപ്പ് നിറഞ്ഞ വയലിൽ മഞ്ഞപ്പൂക്കൾ എപ്പോഴോ നനഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞിരുന്നു. ഖേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാദ, വയലുകളിൽ ചെറിയ ചെറിയ ചോളങ്ങൾ മുളച്ചിരുന്നു. ബാജ്രയ്ക്ക് ലംബേ പത്തലെ പാത്തോമേ, ഈ ചോളത്തിൻ്റെ നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലകളിൽ, പാനിക്ക് ബൂന്തയം അടക്കി ഹുയിതി, വെള്ളത്തിൻ്റെ തുള്ളികൾ കുടുങ്ങിക്കിടന്നിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോം ഔർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയിതി, മഴയിലുള്ള കാറ്റിൽ നനഞ്ഞ വയലും ആ നനഞ്ഞ വയലിൻ്റെ പച്ചപ്പിൻ്റെ ഗന്ധവും ആ കാറ്റിൽ ലയിച്ചു ചേർന്നിരുന്നു. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഈ കഥയിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങളുണ്ട്. പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചതാണ്. ബീർബഹുട്ടി കഹാനി का प्रमुख കഥാപാത്ര കോൻ കോൻ ഹെ. ബീർബഹുട്ടി എന്ന കഥയിലെ പ്രമുഖ കഥാപാത്രങ്ങൾ ആരാണ്? സാഹിൽ ഔർ ബേല, സാഹിലും ബേലയും. അപ്പോൾ
ഇതാ ഒരു പ്രഭാതം അവർ സ്കൂളിലേക്ക് പുറപ്പെടുകയായി. എപ്പോഴാണ് പോകുന്നത് എന്നൊക്കെ ഇപ്പോൾ നമുക്ക് ആസ്വദിക്കാം, ശ്രദ്ധിക്കാം. उन्हें बीर बहुटियों से मिलना होता था, सो वे स्कूल के लिए घर से कुछ समय पहले निकल आते थे. कस्बे से सटे इन खेतों में बीर बहुटियां खोजा करते थे. सुर्ख मुलायम गदबदी बीर बहुटियां धरती पर चलती फिरती गुण की प्यारी प्यारी बूंदें उनके बस्ते उनके पीठ पर लदे हुए थे, कंधों पर टंगे हुए थे. वे एक दूसरे के बहुत नजदीक रहकर, बल्कि कहना चाहिए बिल्कुल सट कर बीर बहुटियां गूंजते थे. उन्हें देखने के लिए वे बारिश की गंध भरी भूरी जमीन पर बैठ जाया करते थे. അപ്പോൾ സാഹിലിൻ്റെയും ഭേലയുടെയും ഒരു ദിവസത്തിൻ്റെ തുടക്കം ശ്രദ്ധിക്കുക. ഉനേം ബീർ ബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ താ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണേണ്ടിയിരുന്നു, ആ ചുവന്ന വണ്ടുകളെ കാണേണ്ടിയിരുന്നു. സോ അതുകൊണ്ട് വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ. അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുമ്പേ പുറപ്പെടുമായിരുന്നു. നമുക്കറിയാം, നമ്മളും ഇതുപോലെ പുറപ്പെട്ടിട്ടില്ലേ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ എന്ന് ചിന്തിച്ചു നോക്കൂ. കസ്ബേ സെ സഡേ ഇൻ ഖേത്തോമേ, ചെറിയ പട്ടണത്തിനോട് ചേർന്ന്, സട്ടേ എന്ന് പറഞ്ഞാൽ ചേർന്നിട്ട് ഉള്ള, ഇൻ ഖേത്തോമേ ഈ വയലുകളിൽ, നമ്മൾ മുകളിൽ പറഞ്ഞ വയലുകളില്ലേ, ആ വയലുകളിൽ ബീർ ബഹൂട്ടിയാം ഘോചാ കർത്തേതെ, ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുമായിരുന്നു. ഇനി ബീർ ബഹൂട്ടി എങ്ങനെയെന്ന് നോക്കൂ. സുർഖ് മുലായം ഗദ്ബതി ബീർ ബഹൂട്ടിയാം. ചുവന്നതും, സുർഖ് ചുവന്നതും, മുലായം മിനുസമുള്ളതും അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ളതും, ഗദ്ബതി ബീർ ബഹൂട്ടിയ പതുപതുത്തതുമായ ബീർ ബഹൂട്ടികൾ, സുന്ദരമായിട്ടുള്ള ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗുൻ കി പ്യാരി പ്യാരി ബൂന്തേ, ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുന്ന ബ്ലഡിൻ്റെ പ്രിയപ്പെട്ട, രക്തത്തിൻ്റെ പ്രിയപ്പെട്ട തുള്ളികളെ പോലെ ഉരുണ്ടുരുണ്ട് പോകുന്ന ബീർ ബഹൂട്ടികൾ. അതിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രക്തത്തുള്ളികൾ ഉരുളുന്നതായി തോന്നുന്നത്. ഉൻകെ ബസ്തേ ഉൻകെ പീഡ് പർ ലദേ ഹോത്തേ ഥേ. അവരുടെ സ്കൂൾ ബാഗ്, ആരുടെ സ്കൂൾ ബാഗ്? ബേലയുടെയും സാഹിലിൻ്റെയും സ്കൂൾ ബാഗ്. ഉൻകി പീഡ് പർ ലദേ ഹോത്തേ ഥേ. അവരുടെ പീഡ് എന്ന് പറഞ്ഞാൽ പുറത്ത് എന്ത് ചെയ്തിരുന്നു? ലദേ ഹോത്തേ ഥേ, ചുമക്കപ്പെട്ടിരുന്നു. കന്തോ പർ ടംഗേ ഹോത്തേ ഥേ. അവരുടെ സ്കൂൾ ബാഗ് അവരുടെ ചുമലുകളിൽ തൂങ്ങി കളിച്ചിരുന്നു, അഥവാ തൂക്കിയിട്ടിരുന്നു. നമ്മളൊക്കെ സ്കൂൾ ബാഗ് ഇടുന്നത് പോലെ തന്നെ. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹക്കർ, അവർ മറ്റൊരാളുടെ വളരെ നസ്ദീക് രഹക്കർ, അടുത്ത് നിന്നിട്ട്. പക്ഷേ നമ്മൾ ലേഖകൻ പറയാണ്, അങ്ങനെ പറഞ്ഞാൽ പോരാ, ബൽക്കി കഹ്നാ ചാഹിയേ, തികച്ചും ഇങ്ങനെ പറയണം. എങ്ങനെ? ബിൽക്കുൽ സഡ്കർ, തികച്ചും തൊട്ടൊരുമീറ്റ്, അഥവാ അത്ര അടുത്ത് നിന്നിട്ട് ബീർ ബഹൂട്ടിയാം ഘോഷിത്തേ. അവർ ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുമായിരുന്നു, ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവരുടെ സൗഹൃദമാണ് പറയുന്നത്. അത്ര അടുത്ത് നിന്നിട്ടാണ് കുട്ടികൾ ബീർ ബഹൂട്ടികളെ, അഥവാ ഈ ചുവന്ന വണ്ടുകളെ ആ വയലുകളിൽ അന്വേഷിച്ചിരുന്നത്. ഉനേം ദേഖ്നെ കെ ലിയെ, അവരെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ ചുവന്ന വണ്ടുകളെ കാണുന്നതിന് വേണ്ടി, വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേ ഥേ. അവർ മഴ കൊണ്ട് നനഞ്ഞ ആ ഗന്ധമുള്ള ആ നനഞ്ഞ മണ്ണിൽ എന്ത് ചെയ്തിരുന്നു? ഇരിക്കാറുണ്ടായിരുന്നു. ഇരുന്നിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്? ഇരുന്നു കൊണ്ടാണ് ഈ ബീർ ബഹൂട്ടികളെ തിരയുന്നത്. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ശ്രദ്ധിക്കുക. മുന്നേ ബീർ ബഹൂട്ടിയും സെ മിൽനാ ഹോത്താ ഥാ. അവർക്ക് ബീർ ബഹൂട്ടി, എൻ്റെ ഒപ്പം ഒന്ന് അർത്ഥം പറഞ്ഞു നോക്കുക. എന്ന അർത്ഥം കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ക്ലിയർ ആവല് തുടങ്ങും. ഉനേ ബീർ ബഹൂട്ടിയും സെ മിൽനാ ഹോത്താ ഥാ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണേണ്ടിയിരുന്നു. സോ അതുകൊണ്ട് വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നിക്കലാത്തത്. അവർ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് കുറച്ച് സമയം മുമ്പേ പുറപ്പെടുമായിരുന്നു. കസ്ബേ സെ സട്ടേ ഇൻ ഖേത്തോമേ, ചെറിയ പട്ടണത്തിനോട് ചേർന്ന ഈ വയലുകളിൽ ബീർ ബഹൂട്ടിയാം ഘോചാ കർത്തേ, ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുമായിരുന്നു. സുർക്ക് മുലായം ഗദ്ബതി ബീർ ബഹൂട്ടിയാം, ചുവന്നതും സോഫ്റ്റായിട്ടുള്ളതും മിനുസമുള്ളതുമായ ബീർ ബഹൂട്ടികൾ, പതുപതുത്തതുമായ സുന്ദരവുമായ ബീർ ബഹൂട്ടികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗുൻ കി പ്യാരി പ്യാരി ബൂന്തേ, ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുന്ന ബ്ലഡിൻ്റെ
രക്തത്തിൻ്റെ പ്രിയപ്പെട്ട തുള്ളികളെപ്പോലെ തോന്നിക്കുന്ന ബീർബഹുട്ടികൾ. ഉൻകെ ബസ്തെ ഉൻകി പീഡ് പർലതേ ഹോത്തേ. അവരുടെ സ്കൂൾ ബാഗ് അവരുടെ പുറത്ത് ചുമക്കപ്പെട്ടിരുന്നു. കന്തോ പെട്ടെങ്കെ ഹോത്തേ, ചുമലുകൾ തൂക്കിയിട്ടിരുന്നു. വേയേക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക്കിലേക്കർ, ഒരാൾ മറ്റൊരാളുടെ വളരെ അടുത്തിരുന്നിട്ട്. ബൽക്കി കഹന ചായേ, തികച്ചും ഇങ്ങനെ പറയണം. ബിൽക്കുൽ സഡ്കർ, തികച്ചും തൊട്ടുരുമ്മി. ബീർബഹുട്ടിയാം ഘോഷിത്തേത്ത്, അവർ ബീർബഹുട്ടികളെ അന്വേഷിച്ചിരുന്നു. ഉനേൻ ദേഖ്നെ കെ ലിയെ, അവരെ കാണുന്നതിന് വേണ്ടി, അഥവാ ബീർബഹുട്ടികളെ കാണുന്നതിന് വേണ്ടി. വേ ബാരിഷ് കി ഗന്ധ് ഭരി ഭൂരി ജമീൻ പർ ബൈറ്റ് ജായ കർത്തത്, അവർ മഴ കൊണ്ട് ഗന്ധം നിറഞ്ഞ ആ നനഞ്ഞ മണ്ണിൽ ഇരിക്കാറുണ്ടായിരുന്നു. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫ്. അപ്പോൾ അവരുടെ സൗഹൃദം പറയുന്ന ഒരു പാരഗ്രാഫ്. അതുപോലെ തന്നെ ബീർബഹുട്ടിക്ക് വിശേഷതായം ക്യാ ക്യാ ഹെ, ബീർബഹുട്ടിയുടെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്ക് പറയാൻ പറ്റും. സുർഖ്, മുലായം, ഗദ്ബതി, ധർത്തി പർ ചൽത്തി ഫിർത്തി, ഗുൻകി പ്യാരി പ്യാരി ബൂന്ദൻ ജയ്സി ബീർബഹുട്ടിയ. അപ്പോൾ ശ്രദ്ധിക്കുക ആ കാര്യം. നെക്സ്റ്റ്, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഭാഗം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ സംഭാഷണമാണ്. ഹിന്ദിയിൽ ബാത്ചീത്ത് എന്ന് പറയാം, വാർത്താലാപി എന്ന് പറയാം. നമ്മുടെ പിന്നെ പട്ടുകഥയായിട്ടും ഇവിടുന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഇവർ തമ്മിൽ ആ ബീർബഹുട്ടികളെ അന്വേഷിക്കുമ്പോൾ നടക്കുന്ന ഒരു സംഭാഷണം. ഒരു ബീർബഹുട്ടിയെ കിട്ടി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഭാഗമെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ സംഭാഷണമാണ്. ഹിന്ദിയിൽ ബാത്ചീത്ത് എന്ന് പറയാം, അതുപോലെ വാർത്താലാപ് എന്ന് പറയാം. ബാത്ചീത്ത്, വാർത്താലാപ് രണ്ടും ഒന്ന് തന്നെയാണ്, സംഭാഷണം എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ആദ്യത്തെ സംഭാഷണം തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് പട്ടുകഥയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, തിരക്കഥയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ബീർബഹുട്ടികളെ രണ്ട് കുട്ടികളും തിരയുന്നു. അന്വേഷിക്കുന്ന സമയത്ത് ഒരു ബീർബഹുട്ടിയെ നോക്കിക്കൊണ്ട് സാഹിൽ ബേളയോട് പറയാണ്, ബേള ദേക്കോ ഇസ് ബീർബഹുട്ടി കാ രംഗ് തുമാരാ റിബൻ കാ ജൈസാ ലാൽ ഹേ. ഈ ബീർബഹുട്ടിൻ്റെ കളറ് നിൻ്റെ റിബനെ പോലെ ചുവന്നിട്ടാ. സാഹിൽ പറഞ്ഞു. ഇതൊരു കുട്ടിയുടെ രൂപത്തിൽ എങ്ങനെയാണ്, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. കുട്ടി പറയുന്ന പോലെ, ബേള ദേഖോ ഇസ് ബീർബഹുട്ടി കാ രംഗ് തുമാരാ റിബൻ കാ ജൈസാ ലാൽ ഹേ. ഈ ബീർബഹുട്ടിൻ്റെ കളറ് നിൻ്റെ റിബനെ പോലെ ചുവന്നിട്ടാ. സാഹിൽ പറഞ്ഞു. വീണ്ടും സാഹിൽ പറയാണ്, തുമ്നെ കുച്ച് സുനാ ബേള, നീ എന്തെങ്കിലും കേട്ട ബേളെ? അപ്പോൾ ബേള പറയുന്ന രംഗം നോക്കൂ. അത് ഞാൻ കേട്ടു, ആദ്യ ബെല്ല് ഇവർ തിരയുന്ന ഭാഗത്തേക്ക് അഥവാ ഈ വയലിലേക്ക് കേൾക്കുന്ന രംഗമാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ നിരാശയോടുകൂടി സാഹിൽ പറയാണ്, എനിക്ക് പെന്നിൽ മഷി നിറക്കാനുണ്ട് കടയിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് സാഹിൽ അവർ നിർത്തുകയാണ്. ഇനി സാഹിലും ബേളയും കടയിലേക്ക് മഷി നിറക്കാൻ വേണ്ടി പോകുന്ന രംഗവും പോകുമ്പോൾ ആ പ്രദേശത്തെ വളരെ രസകരമായ കാര്യങ്ങളുമാണ് നമുക്ക് സീനിലൂടെ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.